वन्दे मातरम् शुभ्रज्योत्स्ना पुलकितयामिनी फुल्लकुसुमित द्रुमदलशोभिनी सुहासिनी सुमधुरभाषिणी सुखदां मातरम् वन्दे मातरम् वन्दे मातरम् वन्दे मातरम्। भारत माता की जय। പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നത് പാർട്ടിയുടെ മുതിർന്ന നേതാവും സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ ജോർജ് വില്യനാണ്. അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാന്യനായ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ, ബിജെപിയുടെ മുതിർന്ന നേതാവ് ശ്രീ സി കെ പത്മനാഭൻ, ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ബഹുമാന്യനായ ദേവേന്ദ്ര ഫഡ്നാവിസ്, ബഹുമാന്യരായ നേതാക്കളെ, ഈ പരിപാടി വീക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് ജനാധിപത്യ വിശ്വാസികൾ, കേരളത്തിലെ സ്വർണ്ണക്കടത്ത് വിവാദം, ആ സ്വർണ്ണക്കടത്തിന്റെ ആ കേസിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള സമരത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി. ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉപവാസം അനുഷ്ഠിക്കുകയാണ്. ആ റിലേ ഉപവാസ പരിപാടിയുടെ സമാപനമാണെന്ന് ബിജെപിയുടെ ആരാധ്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ ഇന്ന് ഉപവാസം അനുഷ്ഠിക്കുകയാണ്. പൊതുജനങ്ങളും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാം പിന്തുണയും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവരെയെല്ലാം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയിൽ
കൊറോണ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പാലിച്ചാണ് പതിമൂന്ന് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രിയപ്പെട്ട പപ്പേട്ടൻ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻജി അദ്ദേഹം കണ്ണൂരിൽ നിന്നാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര സിംഗ് ഫഡ്നാവിസ്ജി അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് ഓൺലൈനിലൂടെ പരിപാടിയിൽ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെയും പൊതുസമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻജി മുരളീധരൻ ഡൽഹിയിലാണുള്ളത്. അദ്ദേഹം ഫഡ്നാവിസ്ജിയുടെ ഉദ്ഘാടനത്തിന് ശേഷം ഡൽഹിയിൽ നിന്നും ഓൺലൈനിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തെയും മാധ്യമപ്രവർത്തകരെയും പാർട്ടി പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യും. ഇപ്പോൾ അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി പപ്പേട്ടനെ സ്വാഗതം ചെയ്യുന്നു. രാജേഷ് കാണുന്നുണ്ടോ? സുരേന്ദ്രൻ കാണുന്നുണ്ടോ ഇവിടെ? ഹലോ, 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 കേൾക്കുന്നുണ്ടോ? രാജേഷ് കേൾക്കുന്നുണ്ടോ? സംസാരിക്കാം. സുരേന്ദ്രനെയൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം സംസാരിക്കാം. ഹലോ, ഹലോ, ഇന്നത്തെ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശ്രീ ഫഡ്നാവിസ് ഈ സമരത്തിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തനായ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ കെ സുരേന്ദ്രൻ, ഈ പരിപാടിയിൽ നമ്മളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ, പ്രിയപ്പെട്ട ജോർജ് കുര്യൻ, ജില്ലാ അധ്യക്ഷൻ ശ്രീ വി വി രാജേഷ്, ഈ ഉപവാസ സമരം കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വർണം കള്ളക്കടത്ത് കേസിന്റെ കേന്ദ്ര സ്ഥാനമായി മാറിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന സത്യം പുറത്തു വന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പദവി ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര പരിപാടിയാണ് ഇന്ന് കേരളത്തിലുടനീളം നടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം ശ്രീ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെറുതും വലുതുമായി പല തലങ്ങളിൽ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ സമരത്തിന് ജനങ്ങളുടെ പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ ആരംഭിച്ച ഉപവാസ സമര പരമ്പരക്ക് അതിന്റെ പരിസമാപ്തി കുറിക്കുന്ന സമരമാണ് ഇന്ന് ശ്രീ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന്
വളരെയേറെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ KT ജലീലിനെതിരെ കേന്ദ്ര ധനമന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ഇത്തരമൊരു സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വിദേശ നാണ്യ ചട്ടം ലംഘിച്ചുകൊണ്ട് UAE കോൺസുലേറ്റിൽ നിന്ന് പലതരത്തിലുള്ള സഹായം മന്ത്രി നേടി എന്ന പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയം പുതിയ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും മന്ത്രിപദത്തിൽ ഇരിക്കുവാനുള്ള അർഹതയും അവകാശവും മന്ത്രി ജലീലിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭരണഘടനാപരമായ ഔചിത്യവും രാഷ്ട്രീയ ധാർമ്മികതയും അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ മന്ത്രി പദവിയിൽ നിന്ന് രാജിവെച്ചൊഴിയുവാനുള്ള സാമാന്യ മര്യാദ KT ജലീൽ കാണിക്കണം. KT ജലീലിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പദവി ഒഴിഞ്ഞ് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാന്യത കാണിക്കുവാൻ തയ്യാറാവണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സമരം കേവലം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്ന നിലയിൽ മാത്രമല്ല നമ്മൾ കാണുന്നത്. അതിനേക്കാൾ ഉപരി നമ്മുടെ രാഷ്ട്രത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒട്ടനവധി ഗൗരവമുള്ള വിഷയങ്ങൾ ഈ കള്ളക്കടത്ത് കേസിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന സത്യം പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ BJP ഏറ്റെടുത്ത് നടത്തുന്ന ഈ സമരം കേവലം ഒരു അഴിമതി വിരുദ്ധ സമരം എന്ന നിലയിലല്ല, അതിനേക്കാൾ വലിയ ഒരു മാനം ഈ പോരാട്ടത്തിന് കൈവന്നിരിക്കുകയാണ്. ഇത് രാഷ്ട്രത്തിന്റെ സുരക്ഷ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ചരിത്രപരമായ ഒരു ദേശാഭിമാന പോരാട്ടമായി, രാജ്യരക്ഷാ സമരമായി ശ്രീ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഈ സമരം ഇപ്പോൾ കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് ഈ സമരത്തെ ജനങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ അഭിനയിക്കുകയാണ്. ഏതാണ്ട് 50 മാസം പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിലും IT മിഷൻ സെക്രട്ടറി എന്ന നിലയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സർവ്വവിധ സ്വാതന്ത്ര്യത്തോടുകൂടി വിരാജിച്ചിരുന്ന ശിവശങ്കർ ഇപ്പോൾ അന്വേഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കള്ളക്കടത്ത് കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷുമായി ശ്രീമാൻ ശിവശങ്കറിനുള്ള ബന്ധം ഇന്ന് അസന്നിഗ്ധമായി പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. 50 മാസം സ്വന്തം ഓഫീസിൽ തന്റെ തലക്കു മുകളിൽ എന്ന് തന്നെ പറയാം സർവ്വവിധ സ്വാതന്ത്ര്യത്തോടുകൂടി ഭരണം നടത്തിയ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയുടെ പദവി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ശിവശങ്കർ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ പിടിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ടും ഈ സംഭവത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. വിദേശ നാണ്യ ചട്ടം ലംഘിച്ചുകൊണ്ട് UAE കോൺസുലേറ്റിൽ നിന്ന് 4500 കിലോഗ്രാം വരുന്ന പാർസലുകൾ വന്നു എന്ന് പറയുമ്പോൾ ഒരു മന്ത്രിക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. ഇക്കാര്യത്തെക്കുറിച്ച് പല സംശയങ്ങളും ഉയർന്നു വന്ന സന്ദർഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ V. മുരളീധരൻ ഇത് സംബന്ധിച്ച് വിദേശകാര്യ വകുപ്പിന്റെ നയങ്ങളും അതിന്റെ നിയമങ്ങളും എല്ലാം തന്നെ വളരെ വ്യക്തമായി ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്കറിയാം ഏറെ കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ UAEക്ക് ഒരു കോൺസുലേറ്റ് ലഭിച്ചത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന ആ രാഷ്ട്രം നമ്മുടെ ഭാരതവുമായി വളരെ നല്ല അഭിമാനകരമായ സുഹൃത്ത് ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ്. അതിന്റെ കോൺസുലേറ്റിനെ കൂടി സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന വിധത്തിൽ കള്ളക്കടത്തും അഴിമതിയും രാജ്യരക്ഷയ്ക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള ഈ പ്രതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനായ വ്യക്തി ഇവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന കാര്യം ഈ പുറത്തു വന്ന സാഹചര്യത്തിലെങ്കിലും മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് രാജിവെച്ച് മാന്യമായി പുറത്തു വരുവാനുള്ള മര്യാദ കാണിക്കണം
എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ധാർമ്മിക സമരത്തിന്റെ ദേശീയ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ ഇന്ന് ഈ സമരത്തെ BJPയുടെ ഈ സമരത്തെ ജനങ്ങൾ ഏതാണ്ട് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമരരംഗത്ത് നിയമസഭയിലെ പ്രമുഖ പ്രതിപക്ഷം എന്ന നിലയിൽ UDF ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ UDFും LDFും കൂടി സത്യത്തിൽ കള്ളനും പോലീസും കളിക്കുകയാണ്. ഇവർ ഏത് സമയത്താണ് ഒത്തുതീർപ്പിലെത്തുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് UDFന്റെ സമരത്തെക്കുറിച്ച് ഒട്ടും തന്നെ വിശ്വാസമില്ല. ഇന്ന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനാധിപത്യ ദേശാഭിമാനികളുടെ വികാരവും താല്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് മുഖമുഖമായ സമരത്തിന്റെ രണഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ സന്ദർഭത്തിൽ ഒത്തുകളി രാഷ്ട്രീയം, ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ കഥകൾ കേരളത്തിൽ നാം കണ്ടിട്ടുള്ളതാണ്. ഈ രണ്ട് മുന്നണികളും ഒരേ നാണയത്തിന്റെ രണ്ടു വശമാണ്, ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യകാലം മുതൽക്കുള്ള ആ നിഗമനം അത് വളരെ സത്യമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സംഭവ പരമ്പരകളാണ് അടിക്കടി നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 5 കൊല്ലം ഒരു മുന്നണി ഭരിക്കുക, ആ ഭരിക്കുന്ന കാലത്ത് അവർ ഖജനാവ് കൊള്ളയടിക്കുക, അപ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ചില സമര നാടകങ്ങൾ നടത്തുക, അത് കഴിഞ്ഞ് പിന്നെ പ്രതിപക്ഷത്തുള്ള ആ മറ്റേ മുന്നണി വീണ്ടും അധികാരത്തിൽ വരിക, പിന്നെ 5 കൊല്ലം അവർ കേരളത്തിന്റെ ഖജനാവ് കട്ടുമുടിക്കുക, വികസനത്തെ തുരങ്കം വെക്കുക. അപ്പോൾ സമരം എന്ന നിലയിൽ ചില സമര നാടകങ്ങളൊക്കെ നടത്തി കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന ഒരു സമര രീതിയാണ് LDFും UDFും ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വരാൻ പോകുന്ന ബംഗാളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM മാർക്സിസ്റ്റ് പാർട്ടിയും CPM കോൺഗ്രസും ഒരുമിച്ച് നിന്ന് മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് അവിടെ തുടക്കമാണെങ്കിൽ അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് BJP വിരോധത്തിന്റെ പേരിൽ മാത്രം, മോഡി വിരോധത്തിന്റെ പേരിൽ മാത്രം ഒന്നിച്ചു വരുന്ന ഒരു പുതിയ രാഷ്ട്രീയ ചിത്രത്തിലേക്കാണ് നമുക്ക് കണ്ണു തുറക്കാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ, ദേശാഭിമാനികളായിട്ടുള്ള ജനങ്ങൾ, ഈ കേരള സർക്കാർ ദേശീയ വിരുദ്ധ ശക്തികളുടെ താവളമൊരുക്കുന്ന ഒരു ദേശദ്രോഹ സർക്കാരായി മാറിക്കഴിഞ്ഞു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ ഐതിഹാസികമായ ചരിത്രപരമായ ഈ ധർമ്മസമരത്തിൽ, രാജ്യരക്ഷാ സമരത്തിൽ അണിനിരക്കുവാൻ മുഴുവൻ കേരളത്തിലെ ജനങ്ങളും മുന്നോട്ട് വരണം എന്ന് സ്നേഹപുരസരം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ K. സുരേന്ദ്രൻ, അദ്ദേഹം ഈ സമരത്തിന് ശക്തമായ തരത്തിൽ തന്നെ നേതൃത്വം കൊടുക്കുകയാണ്. ആ സമരം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ ഈ ഉപവാസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശ്രീ ഫഡ്നവീസ്, അതുപോലെയുള്ള ആളുകൾക്കെല്ലാം ഞാൻ പ്രത്യേകമായിട്ടുള്ള ഒരു മംഗളാശംസകൾ നേരുന്നു. പ്രത്യേകിച്ചും ഓണം നമ്മുടെ അടുത്ത് വരികയാണ്. എല്ലാവർക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ചർച്ച ചെയ്യുന്ന സ്വർണ്ണക്കടത്ത് കേസായാലും, ഏറ്റവും പ്രതീക്ഷയോടെ ചർച്ച ചെയ്യുന്ന തിരുവനന്തപുരം വിമാനത്താവള വികസനമായാലും വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റിൽ നമ്മുടെ കേരളത്തെ പ്രതികരിക്കുന്ന ശ്രീ V. മുരളീധരൻ ഈ പരിപാടിയിലുണ്ട്. ദേവേന്ദ്ര ഫഡ്നാവിസ്ജിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് മുൻപ് ഇക്കാര്യങ്ങൾ കേരളത്തെയോട് സംസാരിക്കാൻ വേണ്ടി ശ്രീ V. മുരളീധരൻജി ക്ഷണിക്കുക. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയിലേറെ കാലമായി, 3 ആഴ്ചയോളമായിട്ട് ഓഗസ്റ്റ് മാസം 1-ാം തീയതി സമരത്തിന് തുടക്കം കുറിച്ച ശ്രീ O. രാജഗോപാൽജി തുടക്കം കുറിച്ച പ്രമുഖ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരുടെ ഉപവാസ സമരത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന ഈ സന്ദർഭത്തിൽ സമരത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫഡ്നവീസ് ജി, ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ CK പത്മനാഭൻ അവർ,
മറ്റ് ബഹുമാന്യരായിട്ടുള്ള നേതാക്കൾ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസക്കാലത്തിലേറെയായി फडणवीस जी मैं थोड़ा 10 मिनट बोलूंगा क्योंकि मुझे पता है कि आप काफी व्यस्त होंगे, लेकिन 10 मिनट बोल के मैं आपका उद्घाटन के लिए इंतजार करूं. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 1.5 മാസക്കാലത്തിലേറെയായി കേരളം ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. കേരളം ഭരിച്ചിട്ടുള്ള മാറി മാറി ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ, ഈ സർക്കാരുകൾക്കെതിരായിട്ട് അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ഇതാദ്യമായിട്ടല്ല. മുൻകാലങ്ങളിലും ഇതിന് തൊട്ടു മുൻപ് ഭരിച്ച ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിനുൾപ്പെടെ എതിരായിട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അത് ഈ നാടിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ആരോപണമാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ നടത്തിയ തട്ടിപ്പിന്റെ കാര്യങ്ങളാണ് പുറത്തു വന്നിരുന്നതെങ്കിൽ ഈ തവണ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള, മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന ആ വ്യക്തി ഉൾപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള തട്ടിപ്പ് മാത്രമല്ല, രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങൾ, ആ സംഭവങ്ങളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്ന സംസ്ഥാന ഭരണകൂടം, മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ, ഇതാണ് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഈ സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ വരുമ്പോഴും മുഖ്യമന്ത്രി ഓരോ സന്ദർഭത്തിലും ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുകയും യുക്തിസഹമായിട്ടുള്ള മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ആ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ തുടക്കം മുതൽ എടുത്തു നോക്കിയാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ ആ ഘട്ടം തൊട്ട് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള സമീപനം ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ്. ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ്. തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് പോലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് തുടക്കത്തിൽ ചെയ്തത്. പിന്നീട് ഗത്യന്തരമില്ലാതെ ആ ആളെ സസ്പെൻഡ് ചെയ്തപ്പോഴും അതിനപ്പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ ഒരു അന്വേഷണം പോലും അതിനെതിരായിട്ട്, ആ വ്യക്തിക്കെതിരായിട്ട് നടത്താൻ മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരംഗം എല്ലാവിധ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് UAE കോൺസുലേറ്റുമായിട്ട് ഇടപാടുകൾ നടത്തി എന്നുള്ള ആ വസ്തുത പുറത്തു വന്നപ്പോഴും ആ മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോ ഈ വടക്കാഞ്ചേരിയിൽ പണിയുന്ന ഫ്ലാറ്റ്, ലൈഫ് മിഷൻ എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് പണിയുന്ന ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോ തന്റെ മന്ത്രിമാരെ കൊണ്ട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു നൽകിക്കൊണ്ട് വീണ്ടും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ശ്രീ പിണറായി വിജയൻ സ്വയം സമ്മതിക്കണം, അദ്ദേഹം ഒരു ഭരണപരിചയവും ഭരണപാഠവും ഇല്ലാത്തൊരു, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കഴിവുകെട്ട മുഖ്യമന്ത്രിയാണെന്ന് സ്വയം സമ്മതിക്കണം. എന്താ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് മാത്രമല്ല, എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം കേരളത്തിലെ ചാനലുകളിൽ വന്നിരുന്ന്
മാധ്യമ പ്രവർത്തകരും അതുപോലെ നിഷ്പക്ഷ നിരീക്ഷകർ എന്നൊക്കെ വിശേഷണം ചാർത്തി കൊണ്ടുവന്നിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭരണപടുവായിട്ടുള്ള, ഏറ്റവും ഭരണപരമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തി ഇതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നു. സ്വന്തം മന്ത്രിസഭയിൽ നടക്കുന്ന, സ്വന്തം ഓഫീസിൽ നടക്കുന്ന, സ്വന്തം ഭരണത്തിൽ കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാത്ത ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ അദ്ദേഹം ഭരണപരമായിട്ടുള്ള കഴിവുള്ള ഭരണാധികാരി എന്നുള്ള നിലയിൽ കഴിവുറ്റ ഭരണാധികാരിയാണെന്ന് അവകാശപ്പെടാൻ കഴിയും? അപ്പൊ ഈ കഴിവുകെട്ട മുഖ്യമന്ത്രിയുടെ കീഴിൽ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമായിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഉയർന്നു വരുന്ന ചോദ്യം. ഒന്നുകിൽ കഴിവുകെട്ട മുഖ്യമന്ത്രി, അല്ലെങ്കിൽ എല്ലാ തട്ടിപ്പുകൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള നാട്യവുമായിട്ടിരിക്കുന്ന ആളുകൾ. നമ്മുടെ ഈ വലിയ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോ പോലീസ് അന്വേഷണം നടക്കുന്ന സമയത്ത് ആ പരിസരത്ത് തന്നെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണാറുണ്ട്. കാരണം കുറ്റവാളിയാണെന്ന് മറ്റുള്ളവർ ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യും. കുറ്റവാളിയാണെന്ന് ധരിക്കുക എങ്ങനെയാ? ആ രംഗത്ത് നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഇയാൾ ഒളിഞ്ഞു നിൽക്കുന്നു എന്നുള്ള സംശയം വരും. വലിയ കള്ളന്മാര് ചെയ്യുന്നത്, അവര് ചെയ്യുന്നത് കുറ്റകൃത്യം നടന്നതിന് ശേഷം അന്വേഷണത്തിന് താനും കൂടി സഹായിക്കുന്നു എന്നുള്ള ഒരു ധാരണ സൃഷ്ടിച്ചുകൊണ്ട് പോലീസിനെ കുറ്റാന്വേഷണത്തിൽ സഹായിക്കുന്ന സമീപനം. ഇതേ സമീപനമാണ് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. കാരണം ഈ സംഭവം വന്നപ്പോ നേരെ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത്, കേന്ദ്ര ഏജൻസികൾ, താങ്കൾക്ക് ഉചിതമായിട്ടുള്ള ഏജൻസികൾ അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത്. ഈ കത്ത് സ്വന്തം കള്ളം ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു അഭിനയത്തിന്റെ ഭാഗമല്ലേ? ഒരു നാട്യത്തിന്റെ ഭാഗമല്ലേ? ഒരു സമർത്ഥമായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമല്ലേ? തനിക്കൊന്നും മറച്ചു വെക്കാനില്ല എന്നുള്ള ഒരു ധാരണ ജനങ്ങളിൽ സൃഷ്ടിക്കാൻ. പക്ഷെ ഇതൊക്കെ താങ്കളുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീടുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ കഴിവില്ലായ്മ ഒന്നുകിൽ പുറത്തു വരുന്നു, അല്ലെങ്കിൽ താങ്കളുടെ ഈ എല്ലാ കുറ്റകൃത്യങ്ങളിലുമുള്ള ആ പങ്കാളിത്തം പുറത്തു വരുന്നു. ഏറ്റവും ഒടുവില് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുന്നതിനെതിരായിട്ട് ഇത്ര വലിയ ബഹളം ഉണ്ടാക്കുന്ന ആളുകൾ, ആ ആളുകൾ തന്നെ ഈ ടെൻഡർ പ്രക്രിയയിൽ പങ്കാളികളായത് ഈ നടപടിയെ അംഗീകരിച്ചുകൊണ്ടല്ലേ? സ്വകാര്യ ഏജൻസികൾക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ടെൻഡർ പ്രക്രിയയിൽ പങ്കാളികളായത്. അല്ലെങ്കിൽ നിങ്ങൾ പറയായിരുന്നില്ലേ, ഞങ്ങൾ ടെൻഡർ പ്രക്രിയക്കൊന്നും തയ്യാറല്ല, ഞങ്ങളെ നേരിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും, ഞങ്ങളെ ഏൽപ്പിക്കാതെ മറ്റാരെങ്കിലും ഏൽപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ടെൻഡർ പ്രക്രിയ നടപ്പിലാക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല. എന്തുകൊണ്ടത് ചെയ്തില്ല? ഇപ്പോ അതിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കോൺഗ്രസ് ചെയ്യുന്നത് അതിനേക്കാൾ അപഹാസ്യമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് ചെയ്യുന്നത് ശശി തരൂർ പിന്തുണയ്ക്കുന്നു വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെ, വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്നതിനെ. കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും, ശ്രീമാൻ AK ആന്റണി, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, അങ്ങനെയുള്ള മുഴുവൻ ആളുകളും ഇതിനെ എതിർക്കുന്നു. AICC ജനറൽ സെക്രട്ടറി ഇവരൊക്കെ എതിർക്കുന്നു. കോൺഗ്രസിന്റെ ഈ തട്ടിപ്പ്, ശശി തരൂർ കോൺഗ്രസിന്റെ നയത്തിനെതിരായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് ശശി തരൂരിനെതിരായിട്ട് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നില്ല? ശശി തരൂരിനെ നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ടാണ് ശശി തരൂർ നിലപാടെടുത്തിട്ടുള്ളതെങ്കിൽ എന്തുകൊണ്ട് ശശി തരൂരിനെ പുറത്താക്കുന്നില്ല? അപ്പൊ അതിനർത്ഥം എന്താ? അതിനർത്ഥം ഇത് ജനങ്ങളുടെ മുന്നിലുള്ള ഒരു കപട നാടകമാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് ജനങ്ങളോട് തുറന്നു സൂചിപ്പിക്കണം, തുറന്നു പറയണം. എനിക്ക് CPM-നോടും കോൺഗ്രസിനോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന എയർപോർട്ടുകളിൽ ഒന്നായിട്ടുള്ള തിരുവനന്തപുരത്തെ എയർപോർട്ട്, ആ എയർപോർട്ടിന്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്നതിലൂടെ തിരുവനന്തപുരത്തിന്റെ വികസനം, ആ വികസനമാണ് സംഭവിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്തിന്റെ വികസനത്തെ തുരങ്കം വെക്കുന്ന സമീപനം, തിരുവനന്തപുരത്തിന്റെ വികസനത്തെ അട്ടിമറിക്കുന്ന സമീപനം, ആ അട്ടിമറിക്കുന്ന സമീപനത്തിൽ നിന്ന് കേരള സർക്കാർ പിൻവാങ്ങണം.
അല്ലെങ്കിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾ വിധി എഴുതുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ ഒരു സമീപനം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇവരുടെ രണ്ടു കൂട്ടരുടെയും ഈ നിലപാടുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അഴിമതിക്കാർക്കെതിരായിട്ട് രാജ്യദ്രോഹികൾക്കെതിരായിട്ട് ആരംഭിച്ചിട്ടുള്ള ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗമാണ്. ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാൻ വേണ്ടി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയും BJP-യുടെ പ്രിയപ്പെട്ട നേതാവുമായിട്ടുള്ള ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസിയെ ക്ഷണിക്കുന്നു. ഫഡ്നാവിസ് പ്ലീസ്. Our Minister of State in Modi government, Honorable Shri V. Muralidharan ji, Honorable Shri George Patwan ji, C.K. Padmanabhan ji, our warrior who is starting hunger strike against the corrupt government of LDF, BJP State President Shri K. Surendran ji, all the members and office bearers of BJP present on the occasion, dear friends, I feel that this is a unique case of corruption in the recent times in entire India. We have never seen such misuse of CM office, such blatant misuse for smuggling is absolutely unheard and unseen. And I think we must thank K. Surendran ji for not only unearthing this entire scandal, but constantly fighting for justice, constantly fighting to bring the culprits to the books. And I think with today's hunger strike, the entire LDF government, including the Chief Minister, will be totally shaken. And I think that it is high time that the Chief Minister comes clean on the entire issue. And if some morality, if he possesses, it is high time that he should resign. This is a classic case where a lady like Swapna Suresh, who is a former employee of UAE consulate with no qualification, absolute no qualification, just a matriculate, is roped into the government office, into a institution directly working under IT department. Was she an IT expert? No. What was she appointed for? She was appointed as liaison. I myself have been a chief minister for last 5 years.
I've been in public life for last 25 years, but I've never seen government requiring a liaison officer. It was not for coordinating the works for IT department, but it was a clear liaison to help gold smuggling. And I think the way IT Secretary and Principal Secretary of Chief Minister was giving patronage to the lady who was directly into this gold smuggling along with her accomplice, it is very clear that this entire episode was controlled and guided through the office of Chief Minister. It's the highest office of lawmakers in a state. It's an office which is supposed to head the government. It is an office which is supposed to propose and make laws so that the entire legal work is carried on. But when same office is utilized for illegal activities, and one more thing surprises me, I've never seen that a principal secretary of Chief Minister holds charge of any department. This doesn't happen. It's a conflict of interest. Because every single file of any department which is significant, which has policy decisions involved, comes to the Chief Minister office. So by default, the Principal Secretary of Chief Minister's office is in charge of coordinating all the departments. Then why Chief Minister allowed the Principal Secretary of his office to hold additional charge of IT department? Did he knew that there was a different liaison between the lady and the Principal Secretary, and it's not the first time that the gold has been smuggled, but now it is clear that with this modus operandi, they have been smuggling gold for a long time. And even after the entire episode came to fore, why Chief Minister was in a denial mode? Initially, he criticized BJP state president when he raised the issue. When the issue came to media, then he tried to shield the Principal Secretary. Why? If you are clean, if you have no involvement, it was your duty to sack the secretary immediately. But you did not do that. It was only after pressure from opposition and especially BJP and the media that the Chief Minister acted. Otherwise, I don't think that he was in any mood to take any action on the higher officials. And even while taking action, the wrong was not attributed.
It was not an action taken for a smuggling scam, but it was an action taken because the civil servant did not act according to the service rules. Here was a brazen criminal act. And in such brazen criminal act, how can you protect if you have no link to it? And now, fortunately, NIA has taken over the entire case. Had it not been with the NIA, I'm sure the crime branch of the Kerala government and Kerala police was under tremendous pressure to suppress the facts. And now look at the facts which are coming out. It's not mere smuggling of gold. It is a route to provide resources for anti-national activities, for creating internal disturbance in the country. The people who are linked with this gold scam are the same people who have been funding anti-CAA protest, who have been funding the activities which have been anti-national. These are the same people who have been harboring the recruitment to ISIS. And unfortunately, whether it is UDF or LDF, on one agenda they are common, and that is the agenda of supporting these people who are in turn creating disturbances, a truly communal agenda to create disturbance, internal disturbance in not just Kerala, but in different parts of our country. And it is high time that the people of Kerala should be freed from this corrupt LDF who is governing and UDF who was governing. There is a stiff competition of corruption between LDF and UDF, and the number of scams which we have seen in last few years, I think each of the regime, the earlier UDF regime or LDF regime, they are breaking all the records of corruption, whether it is the earlier scams like solar scam or gold scam. There are power brokers. Who is Swapna Suresh? She's a power broker of LDF government, of P. Vijayan's government. How can she have such close relations with so many ministers and dignitaries in the government and the assembly? How can she closely work with all these people if she is just a liaison in the IT department? Why ministers are colliding and collaborating with her on different issues? It's not simple, so simple. It's power broking. We have seen in the earlier government also, the way in the solar scam, people were duped. The people of Kerala were cheated.
at the instance of another power broker, this system and regime of power brokers and corrupt government should go. It's high time that Kerala is freed from these power brokers. And I think the last 4 years of this government have been the 4 years of corruption. The sprinkler scam, it's a clear conflict of interest. In such COVID situation, in the lockdown stage, you award a work to a company which is clearly related to your daughter. It's pure conflict of interest. And I think we must thank the Honorable Court that it intervened and called off the contract. Otherwise, all sensitive information, and all of us know that today the data is one of the most important thing. Data is gold, data is oil, and all this data was compromised in this entire deal. We have seen that even at the time of floods, there has been huge mismanagement by this government. And in the flood relief, there has been huge corruption. Honorable Modi ji's government has given 2,600 crores for Kerala rehabilitation. And we want to ask, where is this money? Where have you spent it? There are no records. The way criminals are being protected, a murder convict is seen in a private wedding at CM House is something which clearly shows that entire crime syndicate is being harbored at the behest of the government. There have been so many scams. If I start reading all the scams, I think I'll run out of the time. But one thing is clear, that this is a corrupt government. This is a government which is harboring criminals and crime. This is a government which is directly involved in smuggling. This is a government which has been harboring those people who have been supporting anti-national activities and who have been supporting recruitment of Kerala youth into ISIS. And this government is also anti-Hindu government. The customs, traditions of Hindus are disrespected. Why? Secularism means that you should treat every religion at par, on the same standards. But for this government, secularism means anti-Hindu activities. Secularism means Hindu bashing. In a country like India, whose heart is Hindu tradition, whose blood is Hindu culture,
and Hindus have never disrespected any other religion. We cannot. However, if the government feels that in the name of secularism, Hindus can be bashed, I think it is high time that government realizes that this is not going to happen. We have seen the mismanagement of this government and clear disrespect in the Sabrimala issue. And I think one must not forget the way they have treated in this entire issue. Today, we can see that even at the time of Corona, the way numbers are suppressed, the way there has been a mismanagement in the Corona handling, I think there has been a clear failure on the part of this government. I think it is high time that Kerala should start walking hand in hand with Prime Minister Modi ji. LDF and UDF are two sides of same coin. 9 ministers of UDF government are under scanner. Same is with LDF. So many ministers have to resign. And now this is a scam of scam where the CM office itself is involved into smuggling. I must congratulate Shri K. Surendran ji for fighting like a tiger. It is not a fight to dislodge a government. It is a fight to give justice to the people of Kerala. Kerala deserves a clean government. Kerala deserves a government like Prime Minister Modi ji, where in last 6 years, not a single scam has happened. The entire government has been run with utmost transparency. This is what Kerala deserves. And I'm sure, Surendran ji, you have started this upvas, this hunger strike. It is just a beginning. I'm sure with all this fight which you have put up, there will be a day very soon when people will prefer BJP, people will reject LDF and UDF, and they will bring Modi ji's government, a clean, transparent government, a people's government, a government which is pro-development into the state of Kerala. My all best wishes for your hunger strike. The entire nation, the entire BJP is with you. Thank you. Namaskar. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ വളരെ വിജയകരമായി മഹാരാഷ്ട്രയെ 5 വർഷം നയിച്ച മുഖ്യമന്ത്രിയുമാണ് ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസ്. കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് അദ്ദേഹം വളരെ സമഗ്രമായ വിലയിരുത്തൽ നടത്തി. ബിജെപിയുടെ സമരങ്ങൾക്ക് അദ്ദേഹം വൻ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. നന്ദി ദേവേന്ദ്ര ഫഡ്നാവിസ് ജി. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ അവസരത്തിൽ സമരത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ സംസ്ഥാന അധ്യക്ഷനെ ഹാരാർപ്പണം ചെയ്യുവാൻ വേണ്ടി പാർട്ടിയുടെ മുതിർന്ന നേതാവ് ദേശീയ കോൺഗ്രസ് അംഗം ശ്രീ ഡോക്ടർ പി പി വാവ സാറിനെ ക്ഷണിക്കുകയാണ്. Hello.
നമ്മൾ കൊറോണ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഹാരാർപ്പണം ഒരൊറ്റ എണ്ണത്തിൽ മാത്രം ചുരുക്കുകയാണ്. ഈ സമരപരിപാടിയിൽ നേതൃത്വം നൽകുന്ന ശ്രീ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അദ്ദേഹം ഏതാനും വാക്കുകൾ നമ്മളോട് സംസാരിക്കും. Thank you, Sri Devendra Fadnavis, for your inspiring words. Definitely, it will strengthen our continuous education against these smugglers on government. Thank you so much. പ്രിയപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ സി കെ പത്മനാഭൻജി, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മഹാരാഷ്ട്രയുടെ എക്കാലത്തെയും ജനപ്രിയ മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസ് ജി, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമായ ശ്രീ വി മുരളീധരൻ ജി, ഡോക്ടർ പി പി വാവ സാർ, ശ്രീ എസ് സുരേഷ്, ശ്രീ സി ശിവൻകുട്ടി അവർകൾ, ശ്രീമതി വി ടി രമ അവർകൾ, ശ്രീ വെങ്ങാനൂർ സതീഷ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 1.5 മാസക്കാലത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിന്റെ ഒരു ഘട്ടം ഇന്ന് സമാപിക്കുകയാണ്. കൂടുതൽ ശക്തമായിട്ടുള്ള സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ജൂലൈ മാസം 5-ാം തീയതി. 5-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ, രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവാത്ത അസാധാരണമായ ഒരു സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരങ്ങളാണ് ആ ദിവസം പുറത്തു വന്നത്. കേരളത്തെ മാത്രമല്ല ഇത് ഞെട്ടിച്ചത്, രാജ്യത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി. ജൂലൈ 6-ാം തീയതി മുതൽ ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിന്റെ വസ്തുതകൾ അന്വേഷിച്ച് മനസ്സിലാക്കുകയും അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6-ാം തീയതി രാവിലെ തന്നെ BJP പറഞ്ഞു, ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കുറ്റവാളിയായിട്ട് പുറത്തേക്ക് വരാൻ പോകുന്നത്. ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സഹായിച്ചത്. മുഖ്യമന്ത്രിയിലേക്കാണ് ഈ അന്വേഷണം നീങ്ങുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയാണ് ആദ്യം ഈ കാര്യം ജനങ്ങളെ മുമ്പിൽ വെച്ചത്. അന്ന് നമ്മുടെ പല മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും അത്രയങ്ങ് കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ, അതിശയോക്തി കലർന്ന ഒരു വിമർശനമാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ജൂലൈ 6 മുതൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ കേസിനെ സംബന്ധിച്ച വസ്തുതകളെല്ലാം തന്നെ അക്ഷരം പ്രതി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെയുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ BJP പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ വിഷയത്തിൽ എടുത്ത ശക്തമായിട്ടുള്ള നിലപാട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുക. രാജ്യം മുഴുവൻ ഇത് കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഏറ്റവും വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ വർഷങ്ങളായി സഹായിച്ചു പോന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രി നേരിട്ട് ചുമതലപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി നിയമിതരായിട്ടുള്ള ഈ കള്ളക്കടത്ത് സംഘാംഗങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്നാണ് ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിന് എല്ലാ തരത്തിലുമുള്ള സഹായവും നൽകി.
മുഖ്യമന്ത്രി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഗവൺമെന്റ് ഇതൊന്നും മറച്ചു വെക്കാനില്ല, എന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തെറ്റുപറ്റി, അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സർക്കാരിനെ ബന്ധപ്പെടുത്താൻ സാധിക്കും? ജനങ്ങൾ കേട്ടാൽ ശരിയാണെന്ന് തോന്നുന്ന ഒരു വാദമാണ് മുഖ്യമന്ത്രി ആദ്യം ഉന്നയിച്ചത്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടം പുറത്തു വരുമ്പോഴും മുഖ്യമന്ത്രിയുടെ വാദഗതികൾ ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുകയാണ്. എൻഫോഴ്സ്മെന്റ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ശിവശങ്കർ മാത്രമല്ല ഇതിലെ പ്രതികൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റുന്നതന്മാരും ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിലെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ദേശീയ അന്വേഷണ ഏജൻസി NIA അവര് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അധികാരത്തിന്റെ ഇടനാഴികളിൽ സ്വാധീനമുള്ള മറ്റാളുകളാണ് ഈ കേസിന് പിന്നിലെന്നാണ്. അപ്പൊ സഖാക്കള് പറഞ്ഞു, അധികാരത്തിന്റെ ഇടനാഴി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവുക? അധികാരത്തിന്റെ ഇടനാഴി എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് ആവുമോ? അധികാരത്തിന്റെ ഇടനാഴി എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് ആവുമോ? അധികാരത്തിന്റെ ഇടനാഴി എന്ന് പറഞ്ഞാൽ BJP ഓഫീസ് ആകുമോ? അധികാരത്തിന്റെ ഇടനാഴി എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ഓഫീസുമല്ല, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ആ ഓഫീസിന് പ്രധാനപ്പെട്ട ആളുകൾക്ക് ബന്ധമുള്ള കേസാണിത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖരായിട്ടുള്ള മറ്റുദ്യോഗസ്ഥന്മാർക്ക് ഈ കേസുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമുണ്ട്. എന്താ മുഖ്യമന്ത്രി മറുപടി പറയാത്തത്? മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനവും ഇപ്പോൾ നടത്തുന്നില്ലല്ലോ. മുഖ്യമന്ത്രി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് തന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന നിഗമനങ്ങൾ അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ചിട്ടും അതിനെക്കുറിച്ച് മറുപടി പറയാത്തത്? മുഖ്യമന്ത്രിക്ക് ഇനി അധികം മറുപടി പറയാൻ സാധിക്കില്ല. മന്ത്രിസഭാംഗങ്ങൾ പ്രതിക്കൂട്ടിലായിരിക്കുന്ന കേസാണിത്. അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തെ സഹായിച്ചത് കേവലം സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമല്ല, മന്ത്രിമാർ സഹായിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും ചരിത്രത്തിൽ, ഇത്രയും കാലത്തെ ചരിത്രത്തിൽ നാം കേട്ടിട്ടുണ്ടോ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ള മന്ത്രാലയങ്ങൾ ഒരു മന്ത്രി നടത്തിയ ചട്ടലംഘനത്തെ കുറിച്ച്, അസാധാരണമായ നടപടികളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരുങ്ങുന്നു? മന്ത്രി ഇപ്പൊ പറയാ ഏത് അന്വേഷണം നടത്തിക്കൊള്ളട്ടെ, തൂക്കിക്കൊന്നോട്ടെ. അന്വേഷണം നടത്തി തൂക്കിക്കൊല്ലുമോ അതല്ല വെറുതെ വിടുമോ എന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. മന്ത്രി മറുപടി പറയേണ്ട കാര്യങ്ങളുണ്ടല്ലോ. എന്താണ് ജലീൽ ഒളിച്ചുകളി നടത്തുന്നത്? ഗൗരവമേറിയ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ മതത്തെ കൂട്ടുപിടിച്ച്, മതഗ്രന്ഥത്തെ കൂട്ടുപിടിച്ച് വർഗീയത ഉണ്ടാക്കി രക്ഷപ്പെടാമെന്നാണ് ജലീൽ വിചാരിക്കുന്നത്? പരിശുദ്ധ ഖുർആനെയാണ് നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഗുരുതരമായ തെറ്റാണ് ശ്രീ KT ജലീൽ താങ്കൾ കാണിച്ചിരിക്കുന്നത്. ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ ഏറ്റവും പവിത്രമായി കണക്കാക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആനെ, ആ കടലാസുകളെ നിങ്ങൾ സ്വർണത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ്. ഖുർആന്റെ കടലാസുകളിലാണ് നിങ്ങൾ കള്ളക്കടത്ത് സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർണം കടത്തിയ കുറ്റത്തിനായിരിക്കും ശ്രീ KT ജലീൽ നിങ്ങൾ ലോകത്തിന് മുമ്പിൽ കുറ്റക്കാരനായി തെളിയാൻ പോകുന്നത്. നോക്ക് എന്ത് നടപടിയാണ് ഒരു മതേതര ഗവൺമെന്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഗവൺമെന്റ് ആണെന്നാണ് പറയുന്നത്. ഞങ്ങൾ സെക്യുലർ ഗവൺമെന്റ് ആണ്. സെക്യുലർ ഗവൺമെന്റിലെ ഒരു മന്ത്രിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർണം കൂട്ടിക്കഴിച്ച് ഇവിടേക്ക് കടത്തിയിരിക്കുന്നത്. വിശ്വാസികൾ ഇതിനെതിരായി രംഗത്ത് വരണം. ഉൽപ്പതിഷ്ഠുക്കളായിട്ടുള്ള കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ, സത്യവിശ്വാസികളായിട്ടുള്ള മത നേതാക്കന്മാർ ജലീലിനോട് ഈ കാര്യത്തിൽ വിശദീകരണം ചോദിക്കാൻ തയ്യാറാവണം. മതം ഏറ്റവും പ്രധാനപ്പെട്ട മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതശാസനകളും ഏറ്റവും ശക്തമായി നടപ്പാക്കുന്ന ഒരു മതസമുദായമാണല്ലോ സത്യവിശ്വാസികളായിട്ടുള്ള ഇസ്ലാം മതം. അവരുടെ ആത്മീയ പണ്ഡിതന്മാർ എന്താണ് മൗനം പാലിക്കുന്നത്? സ്വർണ്ണ കള്ളക്കടത്തിന് വിശുദ്ധ ഖുർആനെ ഉപയോഗിച്ച KT ജലീലിന്റെ നടപടിക്കെതിരായി എന്തുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നത്?
എന്താ അധികാരം കെ ടി ജലീലിന്? ഇത്രയധികം കിലോഗ്രാം പാക്കറ്റുകൾ UAE-യിൽ നിന്ന് കടത്താൻ എന്താണ് അധികാരം? ആരാണ് ജലീലിനെ ചുമതലപ്പെടുത്തിയത്? എന്താണ് ശ്രീ പിണറായി വിജയൻ താങ്കൾ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ശബ്ദിക്കാൻ തയ്യാറാവാത്തത്? താങ്കളുടെ മന്ത്രിസഭയിലെ ഒരു അംഗം ഇത്രയധികം ഖുറാൻ കടത്തി എന്ന് പറയുന്നു. ഒരു പാക്കറ്റ് ഞാൻ പൊളിച്ചിരിക്കുന്നു എന്നാണ്. ഒരു പാക്കറ്റിലാണ് എല്ലാം ഇരിക്കുന്നത്. സ്വർണം കടത്താൻ അധികം പാക്കറ്റ് ഒന്നും വേണ്ട. എന്താ ഒരു പാക്കറ്റ് പൊളിച്ചത്? മിസ്റ്റർ കെ ടി ജലീൽ, താങ്കൾ എന്താണ് സി ആപ്റ്റിലേക്ക് കൊണ്ടുവന്ന ഒരു പാക്കറ്റ് സംശയമുള്ളത് കൊണ്ടാണ് പൊളിച്ചത്? ഖുറാനാണ് വന്നത് അല്ലയോ എന്ന് സംശയമുള്ളത് കൊണ്ടാണോ ഒരു പാക്കറ്റ് താങ്കൾ പൊളിച്ചു നോക്കിയത്? എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ ഒരു പാക്കറ്റ് പൊളിച്ചു നോക്കിയത്? ആ പൊളിച്ചു നോക്കിയ പാക്കറ്റിലെ ഖുറാൻ താങ്കൾക്ക് വായിക്കാൻ വേണ്ടി താങ്കൾ എടുത്തതാണോ? താങ്കളുടെ കയ്യിൽ വേറെ ഖുറാൻ ഇല്ലേ? അതല്ല, സംശയമുള്ളതിന്റെ പേരിൽ താങ്കൾ പൊളിച്ചതാണോ? ഇത്രയധികം പാക്കറ്റുകൾ എങ്ങനെയാണ് താങ്കൾക്ക് ഏറ്റുവാങ്ങി സി ആപ്റ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യത്തിന് ഇതേവരെ താങ്കളോ മുഖ്യമന്ത്രിയോ ഉത്തരം പറഞ്ഞിട്ടില്ല. സി ആപ്റ്റ് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെടുന്നത്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് ഖുറാൻ സൂക്ഷിക്കുന്ന ഇടമായി നിങ്ങൾ പരിവർത്തനം ചെയ്യുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് കാർഗോ കോംപ്ലക്സിൽ നിന്ന് 20-30 ടൺ സാധനങ്ങൾ കയറ്റാൻ കഴിയുന്ന വലിയ ലോറികളിൽ ഈ പാക്കറ്റുകൾ കടത്താൻ കഴിയുന്നത്? എവിടെ രേഖകൾ? നിങ്ങൾ ഏത് വാഹനം ഉപയോഗിച്ചാണ് സി ആപ്റ്റിലേക്ക് പാക്കറ്റുകൾ കടത്തിയതിന്റെ രേഖകൾ എവിടെ? സർക്കാർ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഈ രാജ്യത്ത് നിയതമായ ചട്ടങ്ങളില്ലേ? താങ്കളുടെ ഓഫീസിൽ ആ ഫയലുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ? മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ മറുപടി പറയണം. എവിടെയാണ് രേഖകൾ ഉള്ളത്? സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം. എന്നിട്ട് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. ഇത്രയും കാലം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? സ്വർണ്ണക്കള്ളക്കടത്തുകാരെയൊന്നും ഞങ്ങൾ സഹായിച്ചിട്ടില്ല. ശ്രീ പിണറായി വിജയൻ, താങ്കൾ നേരിട്ടാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിച്ചത്. അതാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾ ചെയർമാൻ ആയിട്ടുള്ള പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ആ ലൈഫ് മിഷനാണ് കരാർ റെഡ് ക്രസന്റുമായി ഒപ്പിട്ടിരിക്കുന്നത്. അതിലാണ് അഴിമതി നടന്നിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതുപോലെ വിചിത്രമായ അഴിമതി നടക്കുന്ന വേറെ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ, ഒരു സ്റ്റേറ്റ് ഉണ്ടോ? ഇന്ത്യയെ അപമാനിക്കല്ലേ ഈ പിണറായി വിജയൻ? 20 കോടി രൂപയുടെ കരാറ്. എനിക്ക് എന്റെ മാധ്യമ സുഹൃത്തുക്കളോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കരാറിന്റെ ഗുണഭോക്താക്കളായി വരുന്ന പാവപ്പെട്ട വീട് ലഭിക്കേണ്ട ആളുകളുടെ കൃതിയാണ്. 20 കോടി രൂപയിൽ 4.5 കോടി രൂപ കമ്മീഷൻ കൈക്കൂലി, 3.5 കോടി രൂപ GST. അപ്പൊ 20-ൽ 8 കോടി രൂപ പോയി. പിന്നെ 12 കോടിയാണ് ബാക്കിയുള്ളത്. ഈ 12 കോടിയിൽ 8 കോടി രൂപ മുടക്കിയ കൈക്കൂലി മുടക്കിയ ആൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 കോടി രൂപ അധികം കിട്ടണ്ടേ? അപ്പൊ 8-ന് 10 കോടി അയാൾ കിട്ടണം. പിന്നെ എത്ര ഉണ്ടാവും? പിന്നെ ഈ മുതൽ മുടക്കിന് വരുന്നത് 2 കോടിയാണ്. ഞാൻ ഇന്നലെ അവിടെ പോയി വന്നിട്ടുള്ള ആളാണ്. അവിടെയുള്ള തൂണുകൾ കണ്ടാൽ, അവിടുത്തെ കെട്ടിടം കണ്ടാൽ, അതിന്റെ അടിത്തറ കണ്ടാൽ, അതിലെ കമ്പികൾ കണ്ടാൽ, ആ ഇരുമ്പ് കമ്പികൾ കണ്ടാൽ നമുക്ക് എന്നാണ് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീട് എന്ന് പറയാൻ പറ്റും. എന്തായിരുന്നു ഈ കാട്ട് കള്ളന്മാര് പറഞ്ഞത്? ഇവര് പറഞ്ഞത് കൂടുതൽ സുരക്ഷയുള്ള സാങ്കേതിക വിദ്യയാണ് മറ്റേ ഇത് നടന്ന പുതിയ കരാറുകാരെന്നാണ്. പുതിയ കരാറുകാര് കൂടുതൽ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞ വെള്ളാനകളുടെ നാടുകളില് ഒരു കരാറുകാരനെ നമ്മൾ കണ്ടില്ല. ആ വെള്ളാനകളുടെ നാടായി കേരളത്തെ അധപ്പതിപ്പിച്ചിരിക്കുകയല്ലേ മിസ്റ്റർ പിണറായി വിജയൻ? താങ്കളുടെ വകുപ്പിലാണ് ഈ അഴിമതി നടന്നത്. എന്നിട്ട് ഒരു അന്വേഷണമില്ല. ബാലൻ, വ്യത്യസ്തനാമ ഒരു മന്ത്രിയാം ബാലൻ. ഇതുപോലൊരു കള്ളന് കഞ്ഞിവെച്ച മന്ത്രി പറയില്ല. നിയമമന്ത്രിയാണ് പോലും. ബാലൻ പറയാണ് ഒരു കുഴപ്പമില്ല. എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഒന്നും അറിയേണ്ട കാര്യമില്ല. ബാലന്റെ ലീലാവിലാസങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളു. പക്ഷെ നിയമത്തിന് മുമ്പിൽ നിയമമന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. താങ്കൾ നിയമകാര്യ മന്ത്രി കൂടിയാണ്. ഇതുപോലെ അഴിമതി നടന്ന ഒരു പദ്ധതി, ആ പദ്ധതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ഗൾഫിൽ പോയി ആണ് ഈ കരാർ സംഘടിപ്പിച്ചത്. വേറെ ആരും പോയിട്ടല്ല. മുഖ്യമന്ത്രിയും ശിവശങ്കരനും സ്വപ്നയും ഗൾഫിൽ പോയിട്ടാണ് ഈ പദ്ധതി ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്തിനാ കൊണ്ടുവന്നത്? പ്രളയകാലത്ത്
വിദേശ രാജ്യങ്ങൾ മുഴുവൻ നടന്ന് അവിടുന്ന് വലിയ തോതിൽ പണം സമാഹരിച്ച് പ്രളയ ദുരിതാശ്വാസത്തിനാണെന്ന് പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവരാനായിരുന്നു പദ്ധതി. മൻമോഹൻ സിംഗിന്റെ കാലമായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ആ പൂതി നടന്നില്ല. എന്തായിരുന്നു ഉദ്ദേശം? 20% കമ്മീഷനാണ് ഇവിടെ വരുന്ന ഓരോ പദ്ധതി. 700 കോടി എന്ന് പറഞ്ഞാൽ 140 കോടി ഒരു പണിയില്ലാതെ പോക്കറ്റ് കിടക്കും. ബാക്കി വേറെ അതിനുവേണ്ടിയായിരുന്നു ഈ ദുഷ്ടലാക്ക്. എന്നിട്ട് മോദിയെ കുറെ കുറ്റം പറഞ്ഞു. കണ്ടില്ലേ, UAE സഹായിക്കുന്നു, സമ്മതിക്കുന്നില്ല, മോദി കാലനാണ്. ഉദ്ദേശം ഇതായിരുന്നു. അപ്പൊ അത് നടക്കാതായപ്പോ സന്നദ്ധ സംഘടനകളുടെ മറവിൽ പദ്ധതികൾ കൊണ്ടുവരുന്നു. അതിലാണ് ഇത്രയും ഭീമമായ അഴിമതി നടന്നിരിക്കുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാ എനിക്കൊന്നും വിശദീകരിക്കേണ്ട ആവശ്യം. ശ്രീ പിണറായി വിജയൻ, താങ്കൾ വിശദീകരിക്കണം. താങ്കളുടെ ചീഫ് സെക്രട്ടറിയോടാണ് വിവരങ്ങൾ ചോദിച്ചിരിക്കുന്നത്. താങ്കളുടെ ചീഫ് സെക്രട്ടറി വിവരങ്ങൾ നൽകണം. എവിടെ കരാർ? റെഡ് ക്രസന്റുമായിട്ടുള്ള കരാർ എവിടെ? MOU എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ് മിനിറ്റ്സ്? ആരൊക്കെ ഒപ്പിടാനുണ്ടായിരുന്നത്? എന്താണ് കണ്ടീഷൻസ്? ഒരു കാര്യവും വ്യക്തമാക്കില്ല എന്നാണ് പറയുന്നത്. എല്ലാം നിങ്ങൾക്ക് വ്യക്തമാക്കേണ്ടി വരും ശ്രീ പിണറായി വിജയൻ. താങ്കൾ നടത്തിയിരിക്കുന്നത്, താങ്കളുടെ നേതൃത്വത്തിൽ നടന്നത് ഭീമമായിട്ടുള്ള അഴിമതിയും കൊള്ളയുമാണ്. എന്നിട്ടിപ്പോൾ മാലാക ചമയുകയാണ്. ശ്രീ KT ജലീലിനെ ഈ ഒരു നിമിഷം പോലും താങ്കൾ അവിടെ മന്ത്രിയാക്കി വെക്കാൻ പാടില്ല. പറയാനുള്ള ധാർമ്മികത പിണറായി വിജയൻ ഇല്ലല്ലോ. ഈ കള്ളക്കടത്തിന് മുഴുവൻ നേതൃത്വം നൽകിയ താൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം അതിനുള്ള ധാർമ്മികത താങ്കൾക്ക് ഉണ്ടാവില്ല. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ താങ്കൾ ഒരു സർക്കാരിനെ നയിക്കുന്നത് എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, എല്ലാ തത്വദീക്ഷകളെയും ഇല്ലാതാക്കിക്കൊണ്ടാണ്, എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും കവർന്നെടുത്തുകൊണ്ടാണ്. എന്നിട്ടിപ്പോ നല്ല സ്വകാര്യവൽക്കരണത്തിനെതിര്, മുതലാളിത്തത്തിനെതിര് ഇപ്പൊ തിരുവനന്തപുരത്ത് സമരം തുടങ്ങുന്ന. നിങ്ങൾ സമരം തുടങ്ങണം ശ്രീ പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് നിങ്ങള് സമരം തുടങ്ങണം. നിങ്ങള് ഈ മുകളിൽ ഒരാളുണ്ട് എന്ന് സാധാരണ പറയാറുണ്ട്. ഈ സ്വർണ്ണക്കള്ളക്കടത്തായാലും ഈ തിരുവനന്തപുരം വിമാനത്താവളം ആയാലും ഇതെല്ലാം വിനാശകാലത്ത് എന്താ വിപരീത ബുദ്ധി എന്ന പോലെ ഇവർക്കിപ്പോ ഇവരുടെ അന്ത്യകാലത്ത് കിട്ടിയിട്ടുള്ള കാര്യം. ഞങ്ങളത് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിങ്ങളെ സമരം ഒന്ന് ശക്തിപ്പെടുത്തണം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട സമരം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ശക്തിപ്പെടുത്തണം. ആ ശബരിനാഥ് വെറുതെ ബുദ്ധിമുട്ടിക്കല്ലേ. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയൊക്കെ കൂടി സമരം ചെയ്യട്ടെ. നാളെ പ്രമേയം പാസ്സാക്കട്ടെ. ഞങ്ങള് ഒരു MLA ഉള്ളൊരു സ്വാഗതം ചെയ്യുന്നു. നാളത്തെ പ്രമേയം നിങ്ങൾ സംയുക്ത പ്രമേയം പാസ്സാക്ക്. ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ ഉമ്മൻചാണ്ടി, നിങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സംയുക്ത പ്രമേയം പാസ്സാക്കണം. ശശി തരൂരും ശബരിനാഥനും ഒക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ പാസ്സാക്കണം ആ പ്രമേയം. കരാറ് 3 കമ്പനികളാണ് കരാറിൽ പങ്കെടുത്തത്. ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ബിഡിൽ പങ്കെടുത്തത് 3 ആളുകളാണ്. 2 പ്രധാനപ്പെട്ട കക്ഷികളാണ്. ഒന്ന് അദാനി ഗ്രൂപ്പും ഒന്ന് പിണറായി ഗ്രൂപ്പും. അദാനി ഗ്രൂപ്പിന് കൺസൾട്ടൻസിക്ക് ഇത്രയും പൈസയായിട്ടില്ല. കാരണം 1,55,00,000 രൂപയാണ് കരാറിൽ പങ്കെടുക്കാനുള്ള കൺസൾട്ടൻസി എങ്കിൽ കരാർ പൂർത്തിയാകുമ്പോഴേക്ക് അല്ല ഈ 50 കൊല്ലത്തേക്ക് എത്ര കൺസൾട്ടൻസി വാങ്ങിയിട്ടുണ്ടാവും? 1,55,00,000 KPMGക്ക് കരാറിന്റെ കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട്. ഇവിടെ ഏതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എടുത്ത് പോലെ നിങ്ങളെ സ്വപ്നയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ ഉണ്ടല്ലോ, ശിവശങ്കറിന്റെയും പിണറായിയുടെയും. ഏതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കയ്യിൽ എടുത്ത് പോയാലും ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഒരു 5 ലക്ഷമോ 10 ലക്ഷം ഇനി 25 ലക്ഷം വേണേൽ കൊടുത്തിട്ടുണ്ട്. 1,55,00,000. അത് കഴിഞ്ഞ് ഒരു 55 ലക്ഷം വേറെ നിയമ കൺസൾട്ടൻസി. ഒരേ നിയമ കൺസൾട്ടൻസിയാണ് 2 കൂട്ടർക്ക്. അദാനിയുടെ മകന്റെ ഭാര്യയാണ് ഇവരുടെ നിയമ കൺസൾട്ടൻസി. നിയമ കൺസൾട്ടൻസിയോട് ചോദിച്ചിട്ടല്ലേ ടെൻഡറിൽ പങ്കെടുക്കാൻ. പിന്നെ അതിന്റെ ഒരു കൺസൾട്ടന്റിയുടെ ആവശ്യമില്ലല്ലോ. ഈ ഫിനാൻഷ്യൽ ബിഡിൽ നിങ്ങൾ എങ്ങനെ പങ്കെടുത്തു? ഇതിന് എത്ര കോട്ട് ചെയ്യണം നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എടുത്തത്? പിണറായി വിജയൻ സ്വയം കോട്ട് ചെയ്തതാ. ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ കരാറിൽ എത്ര തുകയ്ക്ക് കോട്ട് ചെയ്യണം? ഒരു പാസഞ്ചർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നാൽ നിങ്ങൾ സർക്കാരിന് കൊടുക്കേണ്ടത്, ഈ സർവീസിനെല്ലാം ചേർന്ന് നിങ്ങൾ സർക്കാരിന് കൊടുക്കേണ്ടത് 135 രൂപയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് നിജപ്പെടുത്തി? എന്തിനാ നിങ്ങൾ കൺസൾട്ടൻസിയെ വെച്ചത്? ഈ നാട്ടിൽ ജനങ്ങൾ എല്ലാവരും വിട്ടികളല്ലല്ലോ.
നിങ്ങൾ കൺസൾട്ടൻസിയെ വെച്ചത് ഇതിന്റെ ടെക്നിക്കൽ ബിഡും ഇതിന്റെ ഫിനാൻഷ്യൽ ബിഡും അതെങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാനാണ്. അപ്പൊ നിങ്ങൾ അദാനിയുടെ മകന്റെ ഭാര്യയോട് ചോദിച്ചിട്ട് നിങ്ങൾ ഇവിടെ 135 പിന്നെ കോട്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പല്ലേ 160 അദാനി കോട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അദാനിയുമായിട്ട് നേരത്തെ ധാരണ ഉണ്ടാക്കിയതാണോ? അദാനിക്ക് കൊടുക്കാൻ നിങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണോ? നിങ്ങൾ അദാനി ഗ്രൂപ്പിനുമായി ബന്ധമുള്ള നിയമോപദേശകരെ കൺസൾട്ടൻസി ആക്കി വെച്ചത് എന്തിനാണ്? നിങ്ങൾ മറുപടി പറയണം ശ്രീ പിണറായി വിജയൻ. വൈകുന്നേരത്തെ ആകാശവാണി കൊണ്ട് കാര്യമില്ല. വൈകുന്നേരം 1 മണിക്കൂർ ആകാശവാണി, 5 മിനിറ്റ് ദേശാഭിമാനിയിലെയും കൈരളിയിലെയും ലേഖകന്മാർക്ക്, അതിൽ 4 മിനിറ്റ് അവർക്കുള്ള ചോദ്യമാണ്. ബാക്കി 1 മിനിറ്റാണ് ഏഷ്യാനെറ്റിനും മാതൃഭൂമിക്കും മനോരമയ്ക്കും മീഡിയ വണ്ണിനും ജനത്തിനൊക്കെ 1 മിനിറ്റാണ്. ഈ 1 മിനിറ്റിൽ ബാക്കി എല്ലാവരും ചോദിക്കണം. ആ 4 മിനിറ്റ് മുഴുവൻ കൈരളിയും. അതുകൊണ്ട് കാര്യമില്ല ശ്രീ പിണറായി വിജയൻ. ഏറ്റവും നാണം കെട്ട ഒരു നടപടിയായി പോയി. കരാറിൽ പങ്കെടുക്കുന്ന അതേ സ്ഥാപനവുമായി ബന്ധമുള്ള അവരുടെ മകന്റെ ഭാര്യയുടെ ലീഗൽ കൺസൾട്ടൻസിയെ ഈ കരാറിൽ നിയമോപദേഷ്ടാക്കളാക്കി വെച്ച പിണറായി വിജയനെ പോലെ ഉളുപ്പും മാനവും ഇല്ലാത്ത ഒരു നടപടി, ഒരു സർക്കാർ നടപടി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നാം കണ്ടിട്ടുണ്ടോ? ഇത് എന്ത് നടപടിയാണിത്? ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് കുമ്പിടിയെന്ന്. അത് ഭയങ്കര ദിവ്യനാണ്. അദാനിക്കെതിരായിട്ടുള്ള സമരത്തിന് മുമ്പിലുണ്ട്, അദാനിയെ കൂട്ടിയുള്ള കരാറിന് മുമ്പിലുണ്ട്. ദിവ്യനാണെങ്കിൽ മഹാദിവ്യനല്ലേ ശ്രീ പിണറായി വിജയൻ? എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പരിഹസിക്കുന്നത് ശ്രീ പിണറായി വിജയൻ? നിങ്ങൾ ഈ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ എന്താ ചെയ്തത്? ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ ആദ്യം എടുത്ത സ്റ്റാൻഡ്? ഭയങ്കര ക്യാപിറ്റലിസ്റ്റ് വിരുദ്ധനായിരുന്നല്ലോ, ഭയങ്കര മുതലാളിത്ത സാമ്രാജ്യത്വ വിരുദ്ധമാണല്ലോ പ്രസംഗിച്ചത്. എന്തിനാ മുതലാളി AKG സെന്ററിൽ വന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നത് സ്വാഭാവികം. എന്തിനാ AKG സെന്ററിൽ വന്നത്? AKG സെന്ററിൽ വന്നപ്പോ മഞ്ഞുരുകിയല്ലോ. രണ്ടാമതൊന്നുകൂടി AKG സെന്ററിൽ കൊണ്ടുവരാനാണോ ഈ സമരം? അങ്ങനെ മഞ്ഞുരുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നത്? ഈ തിരുവനന്തപുരം ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളോട് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു റഫറൻഡം നടത്താനുള്ള ധൈര്യം ശ്രീ പിണറായി വിജയൻ താങ്കൾ കാണിക്കുമോ? നിങ്ങൾ ധൈര്യമുണ്ടോ കാണിക്കാൻ? ഞാൻ ശ്രീ പിണറായി വിജയനോട് വിനീതമായ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, നിങ്ങളിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താൻ പോവല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീ VV രാജേഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടുത്തെ തിരുവനന്തപുരത്തെ നേതാക്കൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം സമ്മതത്തോടുകൂടി ഞാൻ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ തിരുവനന്തപുരം വിമാനത്താവള വികസനം ഉൾപ്പെടെയുള്ള സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ രണ്ടു കൂട്ടരും ചേർന്ന് ഒരുമിച്ച് മത്സരിക്കും. ഞങ്ങൾ റെഡിയാണ് ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിവാദം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി ചർച്ച ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി അത് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഉമ്മൻചാണ്ടിയും രമേശനും പിണറായിയും കോടിയേരി എല്ലാം ഒരുമിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിക്കോളൂ. ഞങ്ങൾ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ മത്സരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ്, ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ ഇത്രയും തലതൊട്ടപ്പന്മാര് നമ്മുടെ രാജ്യത്ത് വേറെയില്ല. അതുകൊണ്ട് ഈ വഞ്ചനാപരമായ നിലപാട് നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരം ഇവിടെ അവസാനിക്കുകയല്ല. നാളെ മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും വലിയ സമരങ്ങൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ്. മുഖ്യമന്ത്രി രാജിവെക്കുന്നത് വരെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ മുഴുവൻ വിശദാംശങ്ങളും നിയമത്തിന് മുമ്പിലൂടെ പുറത്തു കൊണ്ടുവരുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഇക്കാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. തുടർന്നും അത്തരത്തിലുള്ള മഹനീയമായിട്ടുള്ള പിന്തുണ ഞങ്ങൾക്കുണ്ടാവണം എന്നെല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. നന്ദി ശ്രീമതി. ഉപവാസ പരമ്പരയുടെ അവസാന ദിവസം ആയ ഇന്ന് നടക്കുന്ന ഈ പൊതുസമ്മേളനത്തിന്റെ സമാപന സെഷനിൽ നന്ദി അർപ്പിക്കുവാൻ വേണ്ടി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള VT രമേശ് ചെന്നിത്തല
എല്ലാവർക്കും നമസ്കാരം. ആഗസ്റ്റ് 1-ാം തീയതി മുതൽ കേരള സർക്കാരിന്റെ അപലപനീയമായ ഭരണശൈലിക്കെതിരെയും രാജ്യദ്രോഹപരമായ സമീപനങ്ങൾക്കെതിരെയും ഒരു തുറന്നു കാട്ടൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാദരണീയമായ നേതൃത്വം ഉപവാസ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ സമര പരമ്പരയുടെ അവസാന ദിവസമായ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിവന്ദ്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ ഉപവാസം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർണത്തിന്റെ പേരിലായാലും സ്വജന പക്ഷപാതത്തിന്റെ പേരിലായാലും കേരള LDF ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഴിമതി കഥയുടെ കളങ്കം കഴുകിക്കളയാൻ അറബിക്കടലിലെ മുഴുവൻ ജലത്തിനും സാധിക്കില്ല. ആ ദുർഗന്ധം, അഴിമതിയുടെ ദുർഗന്ധം കേരള മന്ത്രിസഭയിൽ നിന്ന് എടുത്തു കളയാൻ അറേബ്യൻ നാടുകളിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾക്കും ആകില്ല. അവർക്കെതിരെ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ജനങ്ങളുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട്, ജനങ്ങൾക്ക് നീതിയും ന്യായവും ധാർമ്മികതയും സംഭാവന ചെയ്യാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിവന്ദ്യ നേതൃത്വം ഈ ദിവസങ്ങളിൽ ഉപവാസ സമരത്തിനിരിക്കുന്നത്. ഇന്ന് ഈ ഉദ്ഘാടന സഭയുടെ സ്വാഗതം പറഞ്ഞ ശ്രീ ജോർജ് കുര്യന് നന്ദി അർപ്പിക്കുന്നു. ഈ സഭയിൽ കേരളത്തിലെ സ്ഥിതിഗതികളെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് പ്രോത്സാഹനജനകമായ ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച കേരളത്തിന്റെ അഭിമാനമായി കേന്ദ്ര മന്ത്രിസഭയിലുള്ള ശ്രീ മുരളീധരന് ഈ സഭയുടെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയുള്ള നന്ദി പ്രകടിപ്പിക്കുന്നു. ഈ സഭയിൽ കൃത്യമായി കേരളത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടാണ് ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസ്, മഹാരാഷ്ട്രയിലെ ഊർജ്ജസ്വലനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസ് ഉദ്ഘാടന പ്രഭാഷണം നടത്തിയത്. അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ brazen corrupt practices of Kerala government, നിർലജ്ജമായ ഇടതുപക്ഷ സമീപനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വളരെ കൃത്യമായും സൂക്ഷ്മമായും യുക്തിപരമായും കേരള സാഹചര്യങ്ങളെ വിലയിരുത്തിയത്. കേരളത്തിന്റെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പിണറായി വിജയനെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്, അദ്ദേഹത്തിന്റെ പ്രോത്സാഹന ജനകമായ സമീപനത്തിന് ഈ സഭ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസ് ജി, thank you for your encouraging words and the pragmatic analysis of the Kerala political situation. Thank you for your encouragement and the support that you have given us, and for exposing the crimes and corruption of Kerala. You have unveiled this fact in front of the entire India. Thank you, sir, once again. ഈ പരിപാടിയിൽ വളരെ വൈകാരികമായ രീതിയിൽ ആവേശോജ്വലമായി ഈ കേരളത്തിന്റെ പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇന്ന് ഉപവസിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ കെ സുരേന്ദ്രന്റെ വാക്കുകൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു രാജേഷ് ഫോർ ദ കോംപിയർ. ആൻഡ് ഇവിടെ കൂടിയ എല്ലാവർക്കും, ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്ക്, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെയും ഭാരതത്തിലെയും പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഞങ്ങളുടെ നന്ദിയും കൃതജ്ഞതയും സന്തോഷവും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം കൊറോണയുടെ ഇരുണ്ട ദിനങ്ങളിലും മനസ്സിന് പ്രതീക്ഷ നൽകുന്ന ഓണത്തിന്റെ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഈ പരിപാടി ഇവിടെ സമാപിക്കുന്നു. Thank you.